പതിവ് പോലെ നമുക്ക് അടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. രാവിലെയാണ് പിള്ളേർ സ്കൂളിൽ പോയി. ആനുവൽ ഡേയും ഫംഗ്ഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയി ഇന്ന് സ്കൂളിൽ പോയി കേട്ടോ. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയൊരു ശ്വാസം മുട്ടൽ പരിപാടി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ലേറ്റായി. എന്നിട്ട് പടപടയെ കാര്യങ്ങളൊക്കെ ആക്കി പിള്ളേരെ സ്കൂളിൽ വിട്ടു. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി ആക്കാമെന്നായിരുന്നു വിചാരിച്ചതേ. അപ്പോൾ രാത്രി ഒരു 11:30 ആയപ്പോൾ പൊന്നെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയില്ലെങ്കിൽ കുറച്ച് ബറോട്ട കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ബറോട്ട കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാപ്പി നമ്മുടെ കടലക്കറിയും ബറോട്ടയാണ്. ഈ കടലക്കറിയും ബറോട്ടയും കോമ്പിനേഷൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ് കടലക്കറിയും ബറോട്ടയും. അപ്പോൾ ബറോട്ടയും കടലക്കറിയും എടുത്തു. എപ്പോഴത്തെയും പോലെ നമ്മുടെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരിടത്ത് പോയിരുന്ന് ഫുഡ് കഴിച്ച് കഥ പറയാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കഥ പറയാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബറോട്ടയല്ലേ, നമ്മളൊന്ന് സൂക്ഷിച്ച് കഴിക്കേണ്ട ഐറ്റം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. ഇന്നത്തെ കുറച്ച് പരിപാടികളുമായിട്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ, അപ്പം ഞാനത് ആദ്യം പോയി ഇത് കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണാവേ. ഫുഡൊക്കെ കഴിച്ച് നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. അവസ്ഥ കണ്ടോ നിങ്ങൾ? രാവിലെ പിള്ളേഴ്സിനെ വിടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് കേട്ടോ. രാത്രി എത്രയൊക്കെ കഴുകി പറക്കി പോയി കിടന്നാലും രാവിലെ ആ ധൃതിയിൽ ഒരു പാത്രം എടുത്ത് അടുത്ത പാത്രം എടുത്ത് ഞാനിങ്ങനെ വാരി നിരത്തിയിടും കേട്ടോ. എല്ലാവർക്കും ഈ സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി അരിയുന്നതും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കും. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് ക്ലീൻ ചെയ്യും കേട്ടോ. ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പച്ചക്കറിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ബക്കറ്റ് ഇട്ട് വെക്കും, മുകളിൽ കൊണ്ടുവന്നിട്ട് ഇടാണ് കേട്ടോ ചെയ്യുന്ന. പെരയിടത്തിൽ ഫുഡ് വേസ്റ്റ് എല്ലാം തിന്നാൻ ഇവിടെ താറാവ് ഉണ്ടായിരുന്നേ. ഇപ്പോൾ താറാവ് ഇല്ല. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. താറാവിനെ 3 ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി 50 താറാവ് വാങ്ങിച്ചതിൽ ബാക്കി കുറേ വർഷങ്ങളായിട്ട് 3 താറാവ്, 5 ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് 4 3 ഈ 3 താറാവ് കുറേ ആയിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂട്ടിൽ താറാവില്ല, ഒരു മുട്ട മാത്രം കിടക്കുന്നു. കൂടൊന്നിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അതിലെന്തായാലും താറാവ് ഇറങ്ങിപ്പോവില്ല. പട്ടിയോ വേറെ എന്തെങ്കിലും വന്ന് പിടിച്ചാലും ഒരെണ്ണത്തിനല്ലേ കൊണ്ടുപോകുള്ളൂ. അത് 3 എണ്ണത്തിനെയും കാണാത്തതുകൊണ്ട് ഇനി മനുഷ്യന്മാരാരെങ്കിലും കൊണ്ടുപോയതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വേസ്റ്റൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു വിഷമം വരും കേട്ടോ. കണ്ടോ മുട്ട നിങ്ങളവിടെ ഇരിക്കുന്നത് കണ്ടോ? താറാവിൻ്റെ മുട്ടയും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ട് വെച്ചതും ഇന്നത്തേതായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി താറാവിൻ്റെ മുട്ട ഇവിടെ ഇല്ല. ഓക്കെ, ഒരു വിഷമമുള്ള കാര്യമാണല്ലേ, നമ്മളിങ്ങനെ വളർത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്നുകിൽ കോഴി അല്ലെങ്കിൽ താറാവ് എന്തെങ്കിലും കാണുന്നതാണ്. ഇനിയിപ്പോൾ മുറ്റത്തിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ട്, പഴയ വീടടിക്കാനുണ്ട്. എന്നിട്ടൊക്കെ അവരുടെ കൂടൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും എന്തിനെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ കവറുകളൊക്കെ ഞാൻ ഇതേപോലെ എടുത്തു വെക്കും കേട്ടോ. നല്ല കവറാണെങ്കിൽ അതിനെ എടുത്തു വെക്കും. പിന്നെ നമ്മളിങ്ങനെ കൊടുക്കില്ലേ ഹരിതകർമ്മസേനയ്ക്ക്, ആ ഒരു സംഭവം അത് സെപ്പറേറ്റ് എടുത്തു വെക്കും കേട്ടോ. എല്ലാ സംഭവങ്ങളും വാരി മാറ്റി അടുക്കി പിറക്കി ഒതുക്കി പാത്രം കഴുകി ഒതുക്കുമ്പോഴത്തേക്കും അടുത്ത ഉച്ചക്കലത്തെ പരിപാടിക്ക് ഉള്ളതാവുമല്ലോ. പാത്രം കഴുകാമെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. പിള്ളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരു ഗ്ലാസ് എടുക്കുന്നതിന് പകരം ഒരു 3 ഗ്ലാസ് എടുത്ത് നിരത്തിയിട്ട് പോയിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ എല്ലാം ഒതുക്കി പറക്കി അടുക്കി വെച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഒരു പാത്രത്തിന് പകരം 50 പാത്രം ഇത് കൗണ്ടർ ടോപ്പിൽ നിരന്ന് കിടക്കും. എല്ലാ ഡ്രോയും തുറന്നിട്ടേക്കും കേട്ടോ. അതിക്കാണെങ്കിലും അതെ, പിള്ളേഴ്സാണെങ്കിലും അതെ, എന്തെങ്കിലും ഒരു സാധനം തപ്പാൻ കയറുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് വാരി നിരത്തിയിട്ടുണ്ടാവും. പിന്നെ വന്ന് കയറിയാൽ ഉടനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പറക്കിയിട്ടായിരിക്കും പോയിട്ടൊന്ന് കുളിക്കുക, അല്ലെങ്കിൽ കുളിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ കയറും കേട്ടോ. പോയി കിടക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റമേ ഉണ്ടാകത്തില്ല. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നല്ല ടയേർഡായിട്ട് വീട്ടിൽ വന്നാലും ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ ടയർഡ്നെസ് മാറിയിട്ട് ജോലിയിലോട്ട് തന്നെ ഞാൻ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി നിരത്തട്ടെ. ഈ ഒരു അടുക്കളയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മുടെ കബോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓരോരുത്തരുടെ അടുത്തും അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു.
അതിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്കിത് ചെയ്ത് ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും പ്രശ്നമില്ല, എനിക്കിത് ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിട്ടുള്ളതാണ് ഈ പാത്രം കഴുകി വെക്കുന്ന ഈ ഒരു സംഭവം. നമുക്ക് കഴുകി ഡയറക്റ്റ് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു രീതി കേട്ടോ. ഇതും അവർ ചെയ്തപ്പോഴത്തേക്കും അതിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെൻറ്ററിൽ ചെയ്ത് തരാതെ സൈഡിലാക്കിയിട്ടാണ് ചെയ്തു തന്നത്. പിന്നീട് ഞാനത് വീണ്ടും അഴിപ്പിച്ചിട്ടാണ് ഈ ഒരു ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. അപ്പം ഞാനിത് റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം അടുപ്പിൽ കത്തിക്കുക എന്ന് പറയുന്ന സംഭവം ഇല്ല, കാരണം ഇവിടെ അടുപ്പില്ലല്ലോ. പിന്നെ മീൻ കട്ട് ചെയ്ത് വെച്ചു. ഇന്ന് ദേ ഇത്രയും പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അവിയൽ തട്ടിക്കൂട്ടാം. ഭയങ്കര പാടാണ് പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അവിയലൊക്കെ വെച്ച് കൊടുത്ത് നോക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ വെണ്ടയ്ക്ക വിഴുക്ക്. അപ്പം ഞാൻ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അവനെയും നമുക്ക് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പച്ച കളറുള്ള വെണ്ടയ്ക്ക അല്ലേ? പക്ഷേ സംഭവം അത്ര കൊള്ളത്തില്ലായിരുന്നു, വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ ഞാൻ അടുപ്പിലാക്കി. ഒരു തക്കാളിയൊക്കെ അരച്ചിട്ട് വയ്ക്കില്ലേ, ആ ഒരു ടൈപ്പാണ്. ഇതൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്, അടുക്കിപ്പറക്കൽ. പിള്ളേർ പോകുന്ന സമയത്ത് ഇതേപോലെ കുറേ സംഭവങ്ങൾ വാരി വലിച്ചിട്ടിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട് ബുക്സ് ഇവിടെ വെക്കരുത്, എടുത്ത് വെച്ചിട്ട് വേണം പോകാനെന്നൊക്കെ. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ എടുത്ത് വെച്ച് പോവും, ചില ദിവസം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ ലാപ്ടോപ്പും ബുക്കും ഒക്കെ അവിടെ വലിച്ചു വാരിയിട്ടിട്ട് പോകും കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ നേരെ റൂമിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്നും തട്ടിക്കുടഞ്ഞ് വിരിച്ചിടണം. ഇവിടെ അധികം ജോലി ചെയ്യാനുണ്ടാവത്തില്ല കേട്ടോ. തുണി കഴുകിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് മടക്കാനുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ റൂമിൽ എനിക്ക് അധികം ജോലി ചെയ്യേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എവിടെയും ഒന്ന് ഒതുക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് അടുത്ത പണി ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഫ്ലവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കമ്പ് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല ഉണങ്ങിയ കമ്പിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, നീ വെറുതെ ചെയ്യുന്നതെന്നുള്ള കാര്യം. പക്ഷേ ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഹോള് നമ്മൾ സെറ്റാക്കി. അവിടെ ഇരിക്കുന്ന ഫ്ലവർ അന്നമ്മേൻ്റെ ഡാൻസിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഗോൾഡ് കളർ അവിടെ കാണുന്ന അന്നുവിൻ്റെ മാലയാണ് കേട്ടോ, അതിൻ്റെ ഇടയിൽ കുരുങ്ങി കിടക്കും. അപ്പം ഇനി അതെടുക്കണം. ഇനി നമുക്ക് നേരെ അടുത്ത റൂമൊന്ന് റെഡിയാക്കി ഇടാനായിട്ട് പോവാം. ഇവിടെയും ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ബുക്കുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനും ഒക്കെ ഈ റൂമിലുണ്ടാവും. പിന്നെ എൻ്റെ പാചകവും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കൂടുതലും ഞാനിപ്പോൾ ചട്ടിയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. കൂടുതലും നോൺ സ്റ്റിക്കും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ചട്ടിയിലോട്ട് മാറിയിട്ടുണ്ട്. ആ 2 പുതിയ ചട്ടി ഉമ്മ വാങ്ങിച്ചെന്നാണ്. അപ്പം മീൻ കറിയും അവിയലും വിഴുക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. തൈര് കറിയുണ്ട്, മീൻ പൊരിച്ചത്. പിന്നെ ഇവിടെ തൈര് കറി ഞാൻ കപ്പിലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറും. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ്. എന്നിട്ട് ഇനി അടുക്കളയും ഒന്നും കൂടി ഒന്ന് തുടച്ച് നീറ്റാക്കി ഇറങ്ങിയാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ഇത് എത്ര നേരത്തേക്ക് കിടക്കുമെന്ന് ചോദിച്ചാൽ ഫുഡ് കഴിച്ച് തീരുന്നത് വരെ കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കണ്ട പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും എല്ലാം കൂടി വീണ്ടും കഴുകാനായിട്ട് എഗെയിൻ ബേസിനിലോട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും വീടൊക്കെ ഞാനൊന്ന് അടുക്കിപ്പിറക്കി ഒതുക്കി തൂത്ത് വാരിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ ദേ ഇത്രയും നേരമായി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ, ഇൻറ്റീരിയറിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് കേട്ടോ. കർട്ടനാണെങ്കിലും പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി, അതുപോലെ തന്നെ TV യൂണിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിനി ഇവിടെ സെറ്റാക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇക്കായും പിള്ളേഴ്സും എത്തിയിട്ടില്ല. അപ്പം അവർ വരുന്നതനുസരിച്ചിട്ട് ഫുഡ് കൊടുക്കാം. ഞാനും വാപ്പായും ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നല്ല ചോറ്, നമ്മുടെ അവിയലല്ലല്ലോ വിഴുക്ക്. ഓക്കെ, വിഴുക്ക്. നമ്മളിവിടെ വിഴുക്കെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഉപ്പേരിന്നോ? ഉപ്പേരി എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെന്താണ്, വേറെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെന്താ, അവിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, മീൻ കറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോറിൻ്റെ ഐറ്റംസ്. ഇത്രയല്ല, മോരുകറിയുണ്ട്, മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് പിള്ളേഴ്സൊക്കെ മിക്കായും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് അടുത്ത എൻ്റെ പരിപാടി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതായത് എൻ്റെ ബിസിനസ്സിൻ്റെ പരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് സമയം കിട്ടി. അതാണ് ഈ ക്ലീനിങ്ങും പരിപാടിക്കും വേണ്ടിയിട്ടിരുന്നത്.
അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് മതി ഇക്കാക്ക് ചോറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എനിക്ക് നല്ല വെന്ത ചോറല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കേട്ടോ, വൊമിറ്റ് ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ പിള്ളേർക്ക് പോകുന്ന സമയത്ത് അരി ഇട്ടാൽ വേവത്തില്ല കേട്ടോ. അന്നത്തെ ദിവസം എനിക്ക് ചെറുതായിട്ട് പണി കിട്ടാറുണ്ട്, വൊമിറ്റിങ്ങും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുക്കിങ്ങും അലക്കലും പറക്കലുമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.